നമസ്കാരം. സുഭാഷിതം. മാതാപിതാ ച മേ ശത്രുർ യേന ബാല്യേ ന പാഠ്യതേ സഭാമധ്യേ ന ശോഭേത ഹംസമധ്യേ ബകോ യഥാ. ഇതിൻ്റെ അർത്ഥം പറയുന്നത്, ചെറുപ്പത്തിൽ വിദ്യാഭ്യാസം ചെയ്യിക്കാത്ത മാതാപിതാക്കൾ ശത്രുക്കൾക്ക് സമാനം ആകുന്നു. വിദ്യ അഭ്യസിച്ചിട്ടില്ലാത്ത ഒരാള് സഭാമധ്യത്തിൽ ചെന്നാൽ അന്നങ്ങളുടെ, അരയന്നങ്ങളുടെ ഇടയിൽ അകപ്പെട്ട കൊക്കിന് സമം തന്നെ. അരയന്നങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ അതിനിടയിൽ ഒരു കൊക്ക് നിന്നാൽ കാഴ്ചയ്ക്ക് വളരെ സുഖമുണ്ടാകുമോ? ഇല്ല, വളരെ അസുഖകരമായിരിക്കും. അതിൽ കാഴ്ചയ്ക്ക് ഒരു ശോഭയും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നന്നായ രീതിയിൽ, നല്ല രീതിയിൽ വിദ്യ അഭ്യസിപ്പിക്കണം എന്ന് ഇവിടെ സുഭാഷിതം അർത്ഥമാക്കി തരികയാണ്. വിദ്യ അഭ്യസിച്ചിട്ടില്ലാത്ത ഒരാൾ, ശരിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ സഭാമധ്യത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമല്ല വിദ്യയില്ലാത്ത ഒരാൾ ഒരു വേദിയിൽ ചെല്ലുമ്പോൾ, ഒരു സഭയുടെ ഇടയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത്. കാരണം എങ്ങനെ പെരുമാറണം എന്നറിയില്ല, എങ്ങനെ ആളുകളുമായിട്ട് സഹവസിക്കണമെന്നും സംസാരിക്കണമെന്നും ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് എന്തായാലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ വിദ്യ അഭ്യസിപ്പിക്കണം എന്ന് ഈ സുഭാഷിതം അർത്ഥമാക്കി തരുന്നു. നമസ്തേ.